ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് സങ്കടകരമായ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഇടനാഴിയിലൂടെ ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ പീച്ചി ഡാമിലെ റിസർവോയറിൽ 4 പെൺകുട്ടികളാണ് മുങ്ങിപ്പോയത്. അതിൽ 2 പേർ മരിച്ചിരുന്നു. ഇപ്പോൾ 3ാമത്തെ പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഇനി ഒരു കുട്ടി മാത്രമേ ആശുപത്രിയിലുള്ളൂ. അപ്പോൾ 3ാമത്തെ കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നൊരു ധാരണയായിരുന്നു. ഇപ്പോൾ ആ വാർത്തയും വന്നു. ആ കുട്ടിയും മരണത്തിന് കീഴടങ്ങി. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ ഏറ്റവും സങ്കടകരമായ വാർത്തയിലേക്ക് ഞാൻ പോവുകയാണ്. പീച്ചി ഡാം റിസർവോയർ അപകടത്തിൽ മരണം 3ആയി. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള എറിനാണ് ഇന്ന് മരിച്ചത്. വെള്ളത്തിൽ മുങ്ങിയ മറ്റു 2 കുട്ടികൾ നേരത്തെ മരിച്ചിരുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ഈ സങ്കടകരമായ വാർത്തയുമായി ടെലിഫോണിൽ ചേരുകയാണ്. സൂരജ് സജി, എന്താ സംഭവിച്ചത്? എപ്പോഴായിരുന്നു മരണം? SKN പ്രതീക്ഷകൾ വിഫലമാകുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 കുട്ടികളാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഈ പീച്ചി റിസർവോയറിൽ വീഴുന്നത്. പിന്നീട് ഇന്നലെ 2 കുട്ടികളുടെ മരണം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ എറിനും നിമയും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നൊരു ഇന്നലെ മുതൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഇവരുടെ പൾസ് വീണ്ടെടുക്കുന്നു. 2 കുട്ടികളുടെ ജീവൻ നഷ്ടമായപ്പോഴും ഇവർക്ക് പിടിച്ചു നിൽക്കാനായത് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു. പക്ഷേ ഇന്ന് 7:45 കൂടിയാണ് എറിൻ മരിച്ചത് എന്നുള്ളതാണ് ജൂബിലി മിഷൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എറിന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ടെന്ന മെഡിക്കൽ ബുള്ളറ്റിനും ജൂബിലി മിഷൻ പുറത്തിറക്കിയിരുന്നു. അതായത് ആന്തരിക അവയവങ്ങളുടെ അടക്കം പ്രവർത്തനം ഉച്ചയോടുകൂടി പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു എറിന്റെ ജീവൻ നിലനിർത്തി വന്നിരുന്നത്. അതിനിടയിലാണ് 7:45 കൂടി മരണം സംഭവിക്കുന്നത്. നേരത്തെ, അതായത് ഇന്നലെ ആൻഗ്രേസ്, അലീന എന്നിവർ ഈ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. SKN കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ നിമയുടെ വീട്ടിൽ ഇവർ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തുന്നത്. നിമയുടെ സഹോദരി ഇവരുടെ സഹപാഠിയാണ്. അങ്ങനെ ഇവർ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തുന്നു. ഈ പെരുന്നാളിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാണ് ഇവർ റിസർവോയറിൽ എത്തുന്നതും. പിന്നീട് ചിത്രങ്ങൾ പകർത്തുന്നതിനിടയിൽ കാൽ വഴുതി ഒരാൾ വെള്ളത്തിൽ വീഴുകയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 3 പേർ വീണ്ടും വെള്ളത്തിലേക്ക് അകപ്പെടുകയും മുങ്ങിത്താഴുകയുമായിരുന്നു. പക്ഷെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു SKN അവിടെ നടന്നത്. 15 മിനിറ്റിനുള്ളിൽ ഇവരെ എല്ലാവരെയും രക്ഷിക്കാനായി 1 കിലോമീറ്ററിനപ്പുറത്ത് ആംബുലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ഈ 4 പേരെയും ആശുപത്രിയിൽ, ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇവരുടെ പൾസ് ഉൾപ്പെടെ വീണ്ടെടുത്തത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളായിരുന്നു. പക്ഷേ 2 പേർ മരണത്തിന് കീഴടങ്ങി. അപ്പോഴും എറിൻ ഇന്ന് വരെ പിടിച്ചു നിന്നത് വലിയ പ്രതീക്ഷകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് എറിനും ഇപ്പൊ ജീവിതത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇനി നിമ മാത്രമാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. നിമ വെന്റിലേറ്ററിലാണ് തുടരുന്നത്. നിമയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി കാണിക്കുന്നത് നമുക്ക് ആശ്വാസകരമായി പറയാവുന്നതുമാണ്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ പെൺകുട്ടിയുടെ മരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല. പട്ടിക്കാട്ടെ 16 വയസ്സുള്ള എറിനാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത്. വെള്ളത്തിൽ മുങ്ങിപ്പോയ മറ്റു 2 പേരും നേരത്തെ മരിച്ചിരുന്നു. ഇത് 3ാമത്തെ കുട്ടിയാണ്. ഒരു കുട്ടി ഇപ്പോൾ ജൂബിലി മിഷൻ ആശുപത്രിയിൽ തൃശ്ശൂരിൽ ചികിത്സയിലാണ്. എന്തായാലും ആ കുടുംബത്തിന് എങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് അറിയില്ല. ഈ 3 കുടുംബാംഗങ്ങൾക്കും നമ്മൾ വൈകിയാണെങ്കിലും ആദരാഞ്ജലികൾ അറിയിക്കുകയാണ്. ഇനി വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. സ്പോട്ട് ലൈവ്. വയനാട് പുൽപ്പള്ളി അമരക്കുന്നിയിൽ കടുവയെ പിടികൂടാനുള്ള ദൗത്യം രാത്രിയിലും തുടരുകയാണ്. നിങ്ങൾക്കറിയാം, അവിടുത്തെ ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ്. ഊട്ടിക്കാവിലേക്ക് അടുത്ത് കടുവയെ കണ്ടെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. തെർമൽ ഡ്രോൺ പറത്തി കടുവയെ നിരീക്ഷിക്കുകയാണ്. മയക്കുവെടി വയ്ക്കാൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വമുള്ള വിദഗ്ധ സംഘം സ്ഥലത്ത് ഇപ്പോഴും ക്യാമ്പ് ചെയ്യുകയാണ്. ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ്. ഈ എന്തെങ്കിലും രീതിയിൽ ഇതിനൊരു പരിഹാരമായില്ലെങ്കിൽ അവരുടെ ഉറക്കം അവർക്ക് കാളരാത്രികളാവും, നിദ്രാവിഹീനമാകും. അമരക്കുനിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ലേറ്റസ്റ്റ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് വീണ്ടും സ്വാഗതം. എന്താണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? SKN ചില നിർണായക നീക്കങ്ങൾ വനം വകുപ്പ് നടത്തുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ അമരക്കുനിയിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഡ്രോണുകൾ ആകാശത്തിന് മുകളിൽ ഈ കടുവയുടെ നിരീക്ഷണം, കടുവയുടെ ചലനം നിരീക്ഷിച്ചുകൊണ്ട് 2 ഡ്രോണുകൾ ആകാശത്ത് പറന്നു നടക്കുന്നുണ്ട്. ഈ അമരക്കുനി മേഖല കേന്ദ്രീകരിച്ച്, ഊട്ടിക്കവല മേഖല കേന്ദ്രീകരിച്ച് തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന. ഈ രാത്രിയിൽ ഉറങ്ങാതെ ആളുകൾ കാവൽ നിൽക്കുന്നു. തൊട്ട് താഴെ ഒരു ജീപ്പ് കാണാം. ആ ജീപ്പ്
ലൈറ്റ് പ്രകാശിപ്പിച്ച് നിർത്തിയിട്ടിരിക്കുകയാണ്. അത് അങ്ങനെ നിർത്തിയിടാനുള്ള പ്രധാനപ്പെട്ട കാരണം കടുവ ഈ ഭാഗത്തേക്ക് കയറി വരാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിലാണ് അത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ഡ്രോണുകൾ മാത്രമല്ല മറ്റു തരത്തിലുള്ള പല പരിശോധനകളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമം ഉറങ്ങാതെ കടുവ വീഴും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ കാത്തു നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള ടെൻഷൻ ഇവരെ സംബന്ധിച്ചുണ്ട്. രാപ്പകൽ ഭേദമില്ലാതെ ഇവരിപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇവരിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്താണ് നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ്? ഞങ്ങൾ വളരെ ആകാംക്ഷയോട് കൂടി ഇന്ന് 9 ദിവസമായി ഇന്നത്തെ ദൗത്യം ഇച്ചോട് ഊർജിതമായിട്ടുണ്ട്. 2 ഡ്രോൺ പറത്തുന്നുണ്ട്, കടുവയുടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഉണ്ട്. ഇന്ന് തന്നെ ദൗത്യം വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഒരു ശുഭ വാർത്ത കേൾക്കാൻ വേണ്ടി ഞങ്ങളുടെ പരിസരവാസികളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 9 ദിവസമായിട്ട് അവർക്ക് ഉറക്കമില്ല. എല്ലാവരും ഈ ശുഭവാർത്തയ്ക്ക് വേണ്ടി കാതോർത്ത് ഇവിടെ ഇരിക്കുകയാണ്. ഇന്ന് തന്നെ ദൗത്യം വിജയിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വലിയ ടെൻഷൻ ഉണ്ട് അല്ലേ? വലിയ ടെൻഷൻ തന്നെയാണ്. 9 ദിവസമായിട്ടുള്ള ഈ ടെൻഷൻ ചെറുതല്ല. ഇന്ന് എന്താണേലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയും കൂടെ വെടിവെക്കാനുള്ള ഒരു നിർദ്ദേശവും തീരുമാനവും വനം വകുപ്പിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. 2 ഡോക്ടർമാർ ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അതിനെ ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായി പൊസിഷൻ കിട്ടി അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഒത്താൽ ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് കൂട്ടിലകപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നാളത്തേക്ക് ഒരു ദിവസം കൂടി പോകുന്ന ഞങ്ങൾക്ക് വലിയ ആദിയാണുള്ളത്. വേറൊരു ദിവസത്തേക്കും കൂടി ഈ ദൗത്യം നീണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ആദിയിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത്. വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഒരു തരത്തിൽ എന്തായാലും ഇന്ന് കടുവ ഇങ്ങനെ ഒന്നുകിൽ കൂട്ടിൽ വീഴും അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് വീഴ്ത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പും പങ്കുവയ്ക്കുന്നത്. അത്തരത്തിലുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ചില സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ നാട്ടുകാർ എത്തുന്നു എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ വരുന്നു. എന്തായാലും ഇവിടെ ധാരാളം പേരുണ്ട്. അമ്മച്ചി കടുവ ഇന്ന് വീഴുന്ന പ്രതീക്ഷയാണോ? എന്താണ് പറയാനുള്ളത്? ഇന്ന് കടുവനെ കിട്ടണം. ഉറക്കമില്ല. അതെ, തൊട്ട് താഴെ. ഞാൻ എപ്പോഴും അവിടെ പോകും. ഞാൻ ചേച്ചി ഞാനുമായിട്ട് വലിയ കൂട്ടാണ്. ഞങ്ങളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അവിടെയാണ് കടുവ വന്നത്. ആടിന് തീറ്റ വെട്ടാനും ഒക്കെ ഞാൻ പശുവിന് തീറ്റ വെട്ടാനും ഒക്കെ പോകും. ഞങ്ങൾ രണ്ടും കൂടി ആ കണ്ടത്തിലൊക്കെ. അമ്മച്ചിയൊക്കെ ഉറക്കല്ലാതെ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും അത്ര വലിയ ആശങ്കയോടു കൂടിയാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. SKN നമുക്കത് പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള ഒരു ആശങ്കയുണ്ട്. പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസവും ആടുകളെ ഇങ്ങനെ കടുവ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർ മട്ടൻ കടുവ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്, പേര് ചൊല്ലി വിളിക്കുന്നത്. അതൊരു തമാശയായി പറയുന്നെങ്കിൽ പോലും പക്ഷേ അതൊരു ഗൗരവമുണ്ട്. ആടിനെ മാത്രം ഈ കടുവ തിന്നുന്നു. അങ്ങനെ 4 ആടിനെ, ആദ്യം 7-ാം തീയതി ഒരു ആടിനെ തിന്നു, അത് കഴിഞ്ഞ് 9-ാം തീയതി ഒരു ആടിനെ തിന്നു, ഇന്നലെ തിന്നു, ഇന്ന് പുലർച്ചെയും ഇതുപോലെ തന്നെ ഒരു ആടിനെ തിന്നു. അങ്ങനെ ആടുകളെ മാത്രം ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. അതാണ് അവസ്ഥ. എന്തായാലും ഈ ഗ്രാമം ഉറങ്ങാതെ കാത്തിരിക്കുന്നു. കടുവ കെണിയിൽ വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നു. കടുവയ്ക്ക് മുകളിൽ ഈ മയക്കുവെടി വെച്ച് അതിനെ കൃത്യമായ രീതിയിൽ തന്നെ അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. SKN. ഓക്കെ, താങ്കൾ അവിടെ തന്നെ തുടരുക. നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വേണം. നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്കിത് പങ്കിടണം. എന്തായാലും ഈ രാത്രിയിലും ഈ അമരക്കുനിയിലെ ആളുകൾക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. മയക്കുവെടി വെച്ചു, കടുവയെ പിടികൂടി എന്ന വാർത്ത ലഭിക്കാൻ വേണ്ടി. ഡോക്ടർ അരുൺ സക്കറിയൊക്കെ അവിടെ മയക്കുവെടി വയ്ക്കാൻ എപ്പോഴും തയ്യാറെടുത്തിട്ടുണ്ട്. അതേസമയം ഈ മയക്കുവെടി വയ്ക്കുക എന്ന് പറയുന്ന കാര്യം, മയക്കുവെടി വയ്ക്കാൻ പറ്റിയ സൗകര്യത്തിൽ കടുവയെ കിട്ടണം. അതിലേക്ക് കടുവ മാറുന്നില്ല. രാവിലെ കാപ്പിത്തോട്ടത്തിലേക്കൊക്കെ നീങ്ങിയതാണ്. മാത്രമല്ല അവിടുത്തെ പല ഈ കാപ്പിത്തോട്ടങ്ങളും ഒക്കെ തന്നെ കുറച്ച് ദിവസങ്ങളായി പണിയെടുക്കുന്നില്ല. അവരെ പണിയെടുക്കാതെ പല ആളുകളും മാറി നിൽക്കുന്നു. രാത്രി അവർ ഉറങ്ങാതെ ഇരുന്ന് കടുവ വരുമെന്ന് പേടിച്ച് കാത്തിരിക്കുന്നു. ഇങ്ങനൊരു അന്തരീക്ഷമാണ് ഈ പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ ഇപ്പോഴുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങൾ നമ്മളുമായിട്ട് ചേർന്ന് നൽകും. എന്തായാലും സുർജിത്ത് അയ്യപ്പത്ത് അവിടെ തുടരുകയാണ്. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഈ അമരക്കുനി എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം? SKN ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ അമരക്കുനി എന്ന് പറയുന്നത് പുൽപ്പള്ളി നഗരത്തിൽ നിന്ന് അല്പം വിട്ടുമാറി കാപ്പിസെറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതിനോട് ചേർന്നാണ് ഈ അമരക്കുനി എന്ന് പറയുന്ന പ്രദേശമുള്ളത്. അതിനടുത്താണ് അതിൻ്റെ അടുത്ത് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് കടുവയുടെ വിളയാട്ടം നടക്കുന്നത്. അതായത് 2 മേഖലയിൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഊട്ടിക്കവല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കഴിഞ്ഞ ദിവസം കടുവ എത്തിയത്, അതായത് ഇന്നലെ കടുവ എത്തി ആടിനെ കൊന്നത് ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതെല്ലാം തന്നെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ്
മനസ്സിലാക്കിയിട്ടുള്ളത്. ജനനിബിഡമായ പ്രദേശമാണ്, ജനവാസ കേന്ദ്രമാണ്, അടുത്തടുത്ത് വീടുകളൊക്കെയുള്ള പ്രദേശമാണ്. പക്ഷേ ധാരാളം തോട്ടങ്ങളുണ്ട്, അതായത് കാപ്പിത്തോട്ടവും കമുകിൻ തോട്ടവും ഒക്കെയുള്ള ഒരു മേഖലയാണ്. ചില കൊല്ലികളുണ്ട്. ഈ മേഖലയിലൊക്കെ തന്നെയാണ് ഈ കടുവ മറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടതാണ്. റഡാറിൽ, വനംവകുപ്പിൻ്റെ റഡാറിൽ കൃത്യമായ രീതിയിൽ കടുവ എത്തിയതുമാണ്. അങ്ങനെ കടുവ എത്തിയ മുറയിൽ തന്നെ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി വനംവകുപ്പ് സംഘം താഴേക്ക് പോയതാണ്. പക്ഷേ അവരുടെ റഡാറിൽ നിന്ന് പെട്ടെന്ന് അത് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. അതായത് അത് പോയത് കാപ്പിത്തോട്ടത്തിലേക്ക് ഉൾവലിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. SKN എന്തായാലും പിന്നീട് അതിനെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. വൈകിട്ടാണ് പിന്നെ ഒരു സ്ത്രീ ഈ കടുവയെ ഇവിടെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടതിൻ്റെ ഭാഗമായി 2 തെർമൽ ഡ്രോണുകൾ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഗ്രാമത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുണ്ട്. ഈ മിഷൻ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ആകാശത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 2 ഡ്രോണുകൾ പാറിപ്പറന്ന് പോകുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൃത്യമായി ഈ വനംവകുപ്പിൻ്റെ റഡാറിൽ കടുവയുണ്ട് എന്നുള്ള തരത്തിലുള്ള തന്നെയാണ് നാട്ടുകാരും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ഇതൊരു ഗ്രാമമാണ്. SKN നേരത്തെ ചോദിച്ച പോലെ വീടുകൾ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് വീടുകളുള്ള ഒരു അന്തരീക്ഷം കൂടി ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തടുത്ത് വീടുകളുണ്ട്, പലരും ക്ഷീര കർഷകരാണ്. കാരണം ഇവിടെ ഒന്നുകിൽ ആട് അല്ലെങ്കിൽ പശു അങ്ങനെയെല്ലാം വളർത്തി ഉപജീവനം നടത്തുന്ന ആളുകളാണ്, കർഷകരായിട്ടുള്ള ആളുകളാണ് പ്രധാനമായി ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്ക. അതിൻ്റെ കാപ്പി ഉൾപ്പെടെയുള്ള അവയുടെ വിളവെടുപ്പിൻ്റെ ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ തോട്ടത്തിൽ പോകാൻ ഭയം, മറ്റു കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയം, അങ്ങനെയെല്ലാം ഭയത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നേരത്തെ പ്രജീഷിനെ ഒരു കൊലപ്പെടുത്തിയ ഒരു സന്ദർഭം വാഗേരിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആൾക്ക് നേരെ ആക്രമണം ഉണ്ടായ ഒരു അനുഭവം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിൽ അതൊക്കെ തന്നെയാണ് ഈ ആളുകളുടെ ആശങ്കയ്ക്കും കാരണം. ഇങ്ങനെ ഒരു അനാരോഗ്യം മൂലമെങ്കിലും ഈ കടുവ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അത് മാറുമോ എന്നുള്ളതാണ് ആളുകളുടെ, ഇവിടുത്തെ പ്രദേശവാസികളുടെ ഉൾപ്പെടെ ആശങ്ക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ദുരന്തം, വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായാലും കുറച്ചുകൂടി പ്രദേശവാസികളുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഈ ഡ്രോൺ പറക്കുന്നത് കാണുമ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. ആ സ്ഥലം ഏതാണ് ശരിക്കും? ഇത് രാവിലെ ആടിനെ പിടിച്ച് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പം ഏതാണ്ട് ഡ്രോൺ ഉപയോഗിച്ച് ഇതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. RT സംഘവും അതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി നടപടികൾ ഉടനെ തന്നെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ കൂട്ടിൽ കയറും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഡോക്ടറും സംഘവും അടുത്തെത്തി. അതായത് ഈ കിടക്കുന്ന കെണിവെച്ച ആടിൻ്റെ ആ സമീപത്തേക്ക് കടുവ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുവ എത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തായാലും ആ ശുഭവാർത്ത ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. SKN നമ്മളെല്ലാവരും കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. ഈ നാട്ടുകാർക്കൊപ്പം നമ്മളുമുണ്ട്, ഉറങ്ങാതെ നമ്മളുമുണ്ട്. എന്തായാലും അത് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം ഇതിൻ്റെ കൂടിനടുത്തേക്ക്, അതായത് ഈ കെണി വെച്ചിരിക്കുന്ന ആടിനെ വെച്ചിരിക്കുന്ന കൂടിനടുത്തേക്ക് കടുവ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർക്ക് ലഭ്യമായ വിവരം. കുനിയിൽ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ കടുവ ഈ രാത്രി മയക്കുവെടി വെച്ച് പിടിക്കാനോ അല്ലെങ്കിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെടുത്താനോ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ ജനങ്ങൾ. വല്ലാത്ത ഭീതിയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണ്. ഭൈരവൻ കണ്ണൂർ പറയുന്നു, SKN കേരളം താണ്ടിയ നവോത്ഥാന നാളുകളിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ക്യാമറ ചലിപ്പിക്കണം. കാരണം പുതിയ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ തന്നെ ഈ നിയമപരമായ വഴികൾ മറന്നുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ കാര്യങ്ങൾ പറയുന്നത്. നവോത്ഥാന നായകന്മാർ നമുക്ക് നേടിത്തന്ന കുറേ കാര്യങ്ങളുണ്ട് കേരളത്തിന്, അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഒക്കെ തന്നെ നിയമപരമായി ചെയ്യേണ്ട കാര്യമാണ്. ദുരൂഹതയോ സംശയമോ വന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്തേ മതിയാവൂ. അപ്പോൾ ഇത്തരം നിയമങ്ങൾ എന്തിനാണ് എന്നൊന്നും ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ നേതാക്കന്മാർ പ്രവർത്തിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. വനഭേദഗതി ബില്ല് വനഭേദഗതി ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല. ബില്ലിൽ ഇതുവരെ 140ഓളം പരാതികൾ ലഭിച്ചു. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പൊതു പരാതികളാണ് ഭൂരിഭാഗവും. ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന വ്യവസ്ഥകൾ പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പുതിയ വ്യവസ്ഥകളെ എതിർത്ത് അഭിപ്രായം അറിയിച്ചു. തൊഴിൽ ഭാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. താങ്കൾ പറയൂ വിവരങ്ങൾ.
SKN വനം ഭേദഗതി ബില്ലിൽ നിന്ന് സർക്കാർ താൽക്കാലികമായെങ്കിലും പിന്മാറുകയാണ്. ഈ ക്രൈസ്തവ സഭകളും രാഷ്ട്രീയ പാർട്ടികൾ, ഈ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിച്ച സാഹചര്യത്തിലാണ് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വനം ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടെന്നൊരു തീരുമാനത്തിൽ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ വനം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചത്. ഇതിൽ ലഭിച്ച പരാതികൾ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ പരിശോധിക്കും. ഈ പരാതികൾ പരിശോധിച്ച് അദ്ദേഹം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ് നിലവിൽ വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ പരാതികൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വരുത്തുന്ന ഭേദഗതികൾ സബ്ജക്ട് കമ്മിറ്റി വഴി കൊണ്ടുവന്ന് നിയമസഭയിൽ ഭേദഗതി വരുത്തി ബില്ല് അവതരിപ്പിക്കാനാണ് നിലവിൽ സർക്കാർ ആലോചിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ കൂടി തീരുമാനം പരിശോധിച്ച ഈ പ്രതിഷേധം ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായും മത സാമൂഹ്യ സംഘടനകളുമായും ചർച്ച നടത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. ഈ ഭേദഗതി സംബന്ധിച്ച് വലിയ തോതിലുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ നടത്തുന്നുണ്ട്. കാരണം വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഭേദഗതിയിലെ എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാരും വനം വകുപ്പും കടന്നത്. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ വലിയ കരുതൽ വേണമെന്നൊരു നിർദ്ദേശം വനം മന്ത്രിക്ക് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പരാതി സമർപ്പിക്കാനുള്ള സമയം ഉൾപ്പെടെ നീട്ടി നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറായത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പരാതി സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ 140ഓളം പരാതികളാണ് എത്തിയത്. പക്ഷേ ഈ പരാതികളിൽ പലതും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പൊതു പരാതികളാണ്. അതിനൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നതിനെതിരെയും നിരവധി എതിർ അഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കും, സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തുടർ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വനം ഭേദഗതി ബില്ല് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കില്ല. SKN. ഓക്കെ, താങ്ക് യു. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് അറിയിക്കുന്നൊരു വിവരം, ഈ പുൽപ്പള്ളി ഊട്ടിക്കവലയിൽ ഈ കടുവ ഈ ഏറ്റവും ആ കൂട് അവർ വനംവകുപ്പ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആ കൂടിനടുത്ത് കടുവ എത്തിക്കഴിഞ്ഞു എന്നാണ്. രാവിലെ കൊന്ന ആടിനെ വെച്ച കൂടിനടുത്തേക്കാണ് ഈ കടുവ വന്നിരിക്കുന്നത്. ഉടൻ കൂട്ടിൽ ഈ കടുവ അകപ്പെടും എന്നാണ് വനംവകുപ്പിൻ്റെ പ്രതീക്ഷ. നമ്മളും ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അരുൺ മുട്ടട പറയുന്നു, ശബരിമല മകരവിളക്കിൻ്റെ ദൃക്സാക്ഷി വിവരണം നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്നു. വിജയകുമാറിനും ഗൂഗിൾ രവിക്കും അഭിനന്ദനങ്ങൾ എന്ന് അരുൺ മുട്ടട പറയുന്നു. എൻ്റെ മുട്ടട ഇതൊക്കെ കണ്ടു എന്നറിയുമ്പോൾ വളരെ സന്തോഷം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കി ധനസഹായം നൽകാൻ നടപടി ആരംഭിച്ചു. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായി പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും 2 സമിതികളും ഇപ്പോൾ രൂപീകരിച്ചു കഴിഞ്ഞു. പ്രക്രിയ ഈ മാസം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകിയിരുന്നു. കാണാതായവരെ കൂടി മരിച്ചതായി കണക്കാക്കി തൊട്ടടുത്ത ബന്ധുക്കൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. ഓഖി പെട്ടിമുടി ദുരന്തങ്ങൾ സ്വീകരിച്ച അതേ നടപടികളാണ് വയനാട്ടിലും പിന്തുടരുന്നത്. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവരടങ്ങുന്ന പ്രാദേശിക സമിതി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കണം. ഇപ്പോൾ തന്നെ FIR ശേഖരിച്ചിട്ടുള്ളതിനാൽ ഇതിന് വലിയ കാലതാമസം എടുക്കില്ല. പ്രാദേശിക സമിതി തയ്യാറാക്കുന്ന പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കണം. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പട്ടിക സംസ്ഥാനതല സമിതി വീണ്ടും പരിശോധിക്കും. ആഭ്യന്തര സെക്രട്ടറി, തദ്ദേശ വകുപ്പ് സെക്രട്ടറി, ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സംസ്ഥാനതല സമിതിയിലുള്ളത്. സംസ്ഥാനതല സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ ധനസഹായം പ്രഖ്യാപിക്കും. മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും. 32 പേരെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കാണാതായിരിക്കുന്നത്. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വ്യവസ്ഥകൾ ബാധകമായിരിക്കും. 24 തിരുവനന്തപുരം. ചന്ദ്രൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം, അദ്ദേഹം പറഞ്ഞു, SKN ഒരു വർഷം എത്ര സ്കൂൾ കുട്ടികളാണ് മുങ്ങി മരിക്കുന്നത്? സ്കൂളിലൊക്കെ തന്നെ നീന്തൽ പഠിപ്പിക്കണമെന്നാണ് ചന്ദ്രൻ്റെ അഭിപ്രായം. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ശബരിമലയിലേക്ക്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. നമുക്കറിയാം, ഭക്തജനലക്ഷങ്ങളുടെ മനം നിറച്ച് പൊന്നമല വീട്ടിൽ ഇന്ന് മകരജ്യോതി തെളിഞ്ഞു. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടത്തിയ ശുഭമുഹൂർത്തത്തിലായിരുന്നു മകരവിളക്ക് തെളിഞ്ഞത്. വ്യൂ പോയിന്റുകളിൽ വൻ ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്.
ശരണം വിളികളാൽ മുഖരിതമായ സായം സന്ധ്യ. തിരുവാഭരണം ചാർത്തിയ അയ്യനെയും പൊന്നമ്പലമേട്ടിലെ മകരവിളക്കും കാണാൻ തീർത്ഥാടകർ തൊഴുകൈകളോടെ കണ്ണിമ ചിമ്മാതെ കാത്തുനിന്നത് മണിക്കൂറുകൾ. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന. 6:43 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക്. പ്രാർത്ഥനാ നിർഭരമായ കൂപ്പുകൈകളുമായി നിന്ന ഭക്തർക്ക് 6:44 2 തവണ കൂടി മകരവിളക്ക് ദർശന പുണ്യം. പന്തളത്തു നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ ദേവസ്വം പ്രതിനിധികളും കൊടിമരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി PK ശേഖർ ബാബു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്നും സ്വീകരണം നൽകി. മേഘാവൃതമായ അന്തരീക്ഷത്തിൽ ചാറ്റൽ മഴയുടെ അകമ്പടിയോടെയായിരുന്നു ഇത്തവണത്തെ മകരവിളക്ക് ദർശനം. എങ്കിലും സന്തോഷത്തോടെ തീർത്ഥാടകർ മലയിറങ്ങുകയാണ്. അടുത്ത വർഷം വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ. ഈ മാസം 17 വരെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു ദർശിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ടാകും. ടീം 24 സന്നിധാനം. ഒരു പ്രശ്നമില്ലാതെ 10,000-കണക്കിന് ഭക്തജനങ്ങൾ മകരജ്യോതി കണ്ടു തൊഴുത് മലയിറങ്ങുകയാണിപ്പോൾ. എന്തായാലും മകരജ്യോതി കഴിഞ്ഞു. മകരജ്യോതി ദർശിച്ച് മടങ്ങി. മകരവിളക്ക് അവസാനിച്ചു. അത് സന്തോഷമായി. വലിയ പ്രശ്നങ്ങളേ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മിനി ബാബു പറയുന്നു, സമാധിയായ വാർത്തയിലെ ദുരൂഹത നീക്കണം, ഇല്ലെങ്കിൽ ഭാവിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് മിനി ബാബു പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഇതിലൊരു തീരുമാനമെടുത്തേ പറ്റൂ. മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ അതൊക്കെ നിയമത്തിൻ്റെ സംരക്ഷണമില്ലാതെ പോകുന്ന കാര്യങ്ങളാകും. മന്ത്രി R ബിന്ദുവുമായി വീഡിയോ കോളിൽ ഉമാ തോമസ് സംസാരിച്ചു. സുഖം പ്രാപിച്ചു വരികയാണ്, ആരോഗ്യനിലയിൽ ആശ്വാസമെന്ന് ഉമാ തോമസ് മന്ത്രിയോട് പറഞ്ഞു. നന്നായി ശ്രദ്ധിച്ചോളൂട്ടോ. ശ്രദ്ധിക്കാം. ഒരുപാട് സന്തോഷം. ഞാനുണ്ട്. കല്ലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിലായ തൃക്കാക്കരയിൽ നിന്നുള്ള നിയമസഭാംഗം ഉമാ തോമസ് MLA സുഖം പ്രാപിച്ചു വരുന്നു എന്ന സന്തോഷകരമായ വാർത്ത പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുകയാണ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. അഭിനന്ദ്, ഇന്ന് വീഡിയോ കോളിൽ മന്ത്രി ബിന്ദുവുമായി സംസാരിച്ചു എന്നൊക്കെ കേൾക്കുന്നത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? SK അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസിന് MLA സംബന്ധിച്ചുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പാലാരിവട്ടം റിനെ മെഡിസിറ്റിയിൽ നിന്നുള്ള വീഡിയോ കോളിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. മന്ത്രി R ബിന്ദുവുമായാണ് സംസാരിച്ചത്. തനിക്ക് ആരോഗ്യനിലയിൽ ആശ്വാസമുണ്ട്, ഒരു തരത്തിലുള്ള പ്രശ്നവും നിലവിലില്ല. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, പക്ഷേ ഉടൻ തന്നെ നിയമസഭയിലെത്തി കൃത്യമായി തന്നെ എല്ലാ പൊതുപ്രവർത്തനങ്ങൾ പൊതുമണ്ഡലത്തിൽ സജീവമാകുമെന്നും മന്ത്രി R ബിന്ദുവുമായുള്ള വീഡിയോ കോളിൽ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ ഈ കൊച്ചിയിൽ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പാലാരിവട്ടം റിനെ മെഡിസിറ്റിയിൽ എത്തി ഉമാ തോമസ് MLA നേരിട്ട് സന്ദർശിക്കുന്നതിന് ശേഷമാണ് സഹപ്രവർത്തകരുമായി നടത്തിയ വീഡിയോ കോളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ടായിരുന്നു. അതിനകത്ത് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി താൻ തിരിച്ചു വരുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വീഡിയോ കോളിലൂടെ ഉമാ തോമസ് MLA നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സമയത്ത് നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഗുരുതരമായിരുന്നു പരിക്കെന്ന്. അപ്പോൾ എന്തായാലും തിരിച്ചു വരവിൻ്റെ സൂചന നൽകുന്നു. പൊതുമണ്ഡലത്തിൽ ഉടൻ തന്നെ സജീവമാകുമെന്ന് പറയുമ്പോൾ ഒരു വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പ്രൈം ടൈമിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. SK ഒരിക്കലും തീർച്ചയായിട്ടും തിരിച്ചു വരും, അല്ലെങ്കിൽ അത് ശുഭാപ്തി വിശ്വാസം നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SK. താങ്ക് യു YS അഭിനന്ദ്. മറ്റു വാർത്തയിലേക്ക്. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചു. ജാമ്യാപേക്ഷയിലൂടെയും ബോബി ചെമ്മണ്ണൂർ പരാതിക്കാരി അധിക്ഷേപിച്ചുവെന്ന കടുത്ത വിമർശനം ഇന്ന് ഹൈക്കോടതി നടത്തി. ജാമ്യം ലഭിച്ചിട്ടും ജയിൽ മോചനത്തിന് ബോബി ഇന്ന് വിസമ്മതിച്ചതും മറ്റൊരു വാർത്തയായി. പരാതിക്കാരിക്കെതിരെ ജാമ്യഹർജിയിൽ നടത്തിയ അധിക്ഷേപ പരാമർശത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം.
പിന്നാലെ ഹണി റോസിന് അസാമാന്യ കഴിവുകളില്ലെന്ന പരാമർശം പിൻവലിക്കുന്നതായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും എന്തിനാണ് ഈ പ്രയോഗങ്ങൾ നടത്തുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണമെന്നും കോടതി. തെളിവെടുപ്പ് ആവശ്യമില്ലാത്തതിനാൽ കസ്റ്റഡിയിൽ വേണ്ട നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ അതിരൂക്ഷ വിമർശനങ്ങളോടെ കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ചതറിഞ്ഞ് ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരും ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരും കാക്കനാട് ജയിൽ പരിസരത്ത് തടിച്ചുകൂടി. പിന്നാലെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. ബോണ്ടൊപ്പിടാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ പുറത്തിറങ്ങുമെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയതോടെ സ്വീകരിക്കാനെത്തിയവരും മടങ്ങി. 24 കൊച്ചി. ആ സംഘത്തിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറഞ്ഞത് AKG ഹോസ്പിറ്റലിൽ ആ രോഗി എവിടെ നിന്നാണ് എത്തിച്ചത് എന്നുള്ള സത്യം കൂടി പറയണം. മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്നും മരിച്ചു എന്നുള്ള രീതിയിൽ മോർച്ചറിയിൽ വെക്കാൻ കൊണ്ടുവന്നതാണ് ആ വയോധികനെ എന്നാണ് ഇപ്പോൾ യൂട്യൂബ് സന്ദേശം പറഞ്ഞത്. ഈ സന്ദേശത്തിൽ പറയുന്നത് ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വാർത്ത ഇങ്ങനെയാണെന്ന് കൊടുത്തത്. നമ്മൾ മരിച്ചെന്ന് കരുതി മോർച്ചറിലേക്ക് മാറ്റിയ വയോധികനിൽ ജീവൻ്റെ തുടിപ്പ്. കണ്ണൂർ AKG ആശുപത്രിയിലാണ് നാടകീയമായി സംഭവം അരങ്ങേറിയത്. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ആംബുലൻസിൽ നിന്ന് ഫ്രീസറിലേക്ക് മാറ്റുന്നതിനിടെ ആശുപത്രിയിലെ അറ്റൻഡറാണ് കയ്യിൽ അനക്കം കണ്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് പവിത്രൻ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ പിടിച്ചു നിർത്തിയത്. ഒടുവിൽ പവിത്രനെ കണ്ണൂരിലേക്ക് കൊണ്ടുവരാമെന്ന് കുടുംബം തന്നെ തീരുമാനിച്ചു. പിന്നീടാണ് നാടകീയമായ സംഭവങ്ങൾ. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതോടെ പവിത്രൻ മരിച്ചുവെന്ന വിവരമാണ് ബന്ധുക്കൾ നാട്ടിലറിയിച്ചത്. രാത്രിയിൽ മൃതദേഹം സൂക്ഷിക്കാൻ കണ്ണൂർ AKG ആശുപത്രിയിൽ ഫ്രീസറും ബുക്ക് ചെയ്തു. ദിനപത്രത്തിൽ സംസ്കാര സമയം വരെ നിശ്ചയിച്ച് വാർത്തയും നൽകി. രാത്രി 11:30 ആംബുലൻസ് AKG ആശുപത്രിയിലെത്തി. ആംബുലൻസിൽ നിന്ന് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുന്നതിനിടെ പവിത്രന്റെ കൈ അനങ്ങുന്നത് അറ്റൻഡർ ജയൻ കണ്ടു. ഉടൻ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. ആംബുലൻസ് തുറന്ന സമയത്ത് എന്തോ ഒരു കൈ ഇതുപോലെ അനങ്ങുന്ന പോലെ ഒരു സംശയം തോന്നി. അങ്ങനെ ഒരു ചെറിയൊരു അനക്കം പോലെ ഇവിടെ അനക്കം തോന്നിയെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും എന്താ പറയുക ഏട്ട ഒരു ചെറിയ സംശയമുണ്ട്. നമ്മൾ തൊട്ട് വെക്കുമ്പോൾ ഒരു ചെറിയൊരു പൾസ് പോലെ ബന്ധുക്കളും പ്രാദേശിക ജനപ്രതിനിധികളും മരണം സാക്ഷ്യപ്പെടുത്തിയതുകൊണ്ടാണ് ഫ്രീസർ സംവിധാനം ഒരുക്കി നൽകിയതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. എന്തായാലും ജീവനക്കാരുടെ ശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ തിരിച്ചുകിട്ടി. പവിത്രൻ നിലവിൽ AKG സഹകരണ ആശുപത്രിയിലെ തന്നെ ICUവിൽ ചികിത്സയിലാണ്. 24 കണ്ണൂർ. ശ്രീജ കാലിക്കറ്റ്. താങ്കളുടെ ഈ 24 വാർത്ത മുഴുവനും കണ്ടെന്നെ ജോലി പോകുന്ന അവസ്ഥയാണ്. 24 തന്നെയാണ് എപ്പോഴും കാണുന്നത്. താങ്കൾ ജോലി കളയില്ലേ കേട്ടോ. ജോലി കളഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. നമുക്ക് ജീവിച്ചുകൊണ്ടേ അന്നം മറന്നു പോരുതേ. അന്നമാണ് എല്ലാത്തിനും അവസാനം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറത്ത് നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിറം കുറവാണെന്ന് പറഞ്ഞ് വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചെന്ന് കുടുംബത്തിൻ്റെ ആരോപണം ഉയർന്നു. പ്രശ്നങ്ങൾ ഇവരോട് പറയുന്നത് കുട്ടി പറയുന്നത് എന്താണ്, കളറില്ല, കുട്ടി ബ്ലാക്കാണ്, പിന്നെ ഈ നിറമാണ് കുട്ടി. അപ്പോൾ ഇപ്പം കണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ കൂടെ പോയിട്ടുണ്ട്. 20 ദിവസം കൂടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവനില്ലാത്ത കളറിൻ്റെ പ്രശ്നം വന്നത് ഗൾഫിലേക്ക് എത്തിയപ്പോഴാണ്. അപ്പം പിന്നെ കളറില്ലാന്നാണ് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഈ പറയുന്നത്. 10-20 ദിവസമായിട്ടുള്ളൂ എനിക്ക് എന്തിനാ അതിമേ തന്നെ കടിച്ചു തോന്നുന്നു. എനിക്ക് ഇതിലും നല്ല വേറെ കിട്ടൂലേ, എനിക്ക് ഇതാണ്ട് ഒഴിവാക്കി കൂടെ. ഈ കോളേജ് പോകുമ്പോൾ ഫ്രണ്ട്സ് പറയണ്ടേ, ഈ മുന്താസ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് വരുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല, എന്തുകൊണ്ടാണ് വരാത്ത ചോദിച്ചപ്പോൾ ഇവർ പിന്നെ ചോദിച്ചപ്പോഴാണ് ഓൻ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. വെയിലുണ്ടാ കറക്കും എന്ന് പറഞ്ഞിട്ടോ. ഇതൊക്കെ മനുഷ്യനോട് പറയാൻ പറ്റുമോ? സമീർ ബിൻ ഖരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് കൊണ്ടോട്ടി സ്വദേശിനി 19 വയസ്സുള്ള നവവധു ഷഹാന മുംതാസിനെ സ്വന്തം വീട്ടിൽ തന്നെ മരിച്ച നിലയിൽ കാണുന്നത്. സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു ബിരുദ വിദ്യാർത്ഥിനിയാണ് ഈ ഷഹാന മുംതാസ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത് ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും മാനസികമായ പീഡനം ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഈ പെൺകുട്ടി നിറം
വിവരം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് നിരന്തരമായി ബുദ്ധിമുട്ടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് നിരന്തരമായി അവഹേളിച്ചിരുന്നു. ഇവ രണ്ടും ചൂണ്ടിക്കാണിച്ച് വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞതായാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഇതിന് മൊറയൂർ സ്വദേശിയായ അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന ഭർത്താവിനെതിരെയാണ് നിലവിൽ ആരോപണമായി കുടുംബ രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കളും സമാനമായ രീതിയിൽ ഈ പെൺകുട്ടിയോട് പറയുകയും ഈ ബന്ധം വേർപ്പെടുത്തണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. 2024 മെയ് 27 തീയതിയാണ് ഈ ഷഹാനയും അതോടൊപ്പം തന്നെ അബ്ദുൽ വാഹിദും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പിന്നീട് 20 ദിവസം ഇരുവരും ഒരുമിച്ച് താമസിച്ചു. അതിന് പിന്നാലെ ഈ യുവാവ് വിദേശത്തേക്ക് പോവുകയും ചെയ്തു. വിദേശത്ത് നിന്ന് മൊബൈൽ ഫോൺ വഴിയാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചത് എന്നുള്ളതാണ് ഈ ഷഹാന മുംതാസിന്റെ സഹോദരങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കൊണ്ടോട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഭർത്താവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് സാധാരണ ഒരു ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രശ്നങ്ങൾക്കപ്പുറം ഒരു പ്രശ്നം തന്നെ ഉണ്ടായിട്ടില്ലെന്നും ഈ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുകയോ അത് ചൂണ്ടിക്കാണിച്ച് വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതുമാണ് ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഏതായാലും നിലവിൽ കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ മൃതദേഹം നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. നാളെയായിരിക്കും കബറടക്കമടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന സമീർ ബിൻ കരീമാണ്. ഇനി പ്രൈം ടൈം തുടരുകയാണ്. സന്ദേശ് പുത്തൻ പാറയ്ക്കൽ പറയുന്നു, SKN ഉപ്പുമുളക് ഒരിക്കലും നിർത്തല. ഒരിക്കലും ഉപ്പുമുളക് നിർത്തുന്ന പ്രശ്നമല്ല. ഉപ്പുമുളകുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ മലയാള ടെലിവിഷനിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച സിറ്റ്കോം ഉപ്പുമുളകും തന്നെയാണ്. ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്താൽ അറിയാം, 4.5 കോടി ആളുകളൊക്കെ കണ്ട എപ്പിസോഡുണ്ട്. അത്രയും വലിയൊരു സിറ്റ്കോം കേരളത്തിൻ്റെ ടെലിവിഷൻ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കില്ല. കാരണം പ്രേക്ഷകർ വേണ്ട എന്ന് പറയുന്നവർ നിർത്തിയരെ എന്ന് പറയുന്നത് വരെ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇനി പിടിയിലാകാനുള്ളത് 15 പ്രതികളെന്ന് പോലീസ്. 2 ദിവസങ്ങൾക്കകം മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് കേസന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന DIG അജിത ബീഗം 24നോട് പറഞ്ഞു. ഇന്ന് 44 പേർ ഇതുവരെ കേസിൽ അറസ്റ്റിലായി. 24 എക്സ്ക്ലൂസീവ്. 59 accused have been listed out and 44 has been arrested. ഇപ്പോൾ നമുക്ക് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് 15 പേരാണ്. വി ആർ എൻഷുറിംഗ് ദാറ്റ് നോബഡി ഈസ് ലെഫ്റ്റ് ഔട്ട്. അതിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാ ആളുകളെയും വി വിൽ ലിസ്റ്റ് ദം ഡൗൺ. വി വിൽ എൻഷുർ ദാറ്റ് ഓൾ FIRs are registered and all of them are arrested. കേസിൽ ആകെ 30 FIR ആണ് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് ഒരാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 44ആയി. തിരുവനന്തപുരം റൂറൽ പരിധിയിൽ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിജീവിതയുടെ രഹസ്യമൊഴി അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. കേസിലെ ഒരു പ്രതി വിദേശത്താണുള്ളത്. ഇയാൾക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ നാളെ പത്തനംതിട്ട SP ഓഫീസിൽ അവലോകന യോഗം ചേരും. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. രവിയുടെ ഒരു യൂട്യൂബ് സന്ദേശം. രവി ചോദിക്കുന്നു, സാർ PV അൻവർ ചോറ് കഴിച്ചോ? 24 കണ്ടില്ല, അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. മറ്റൊരു വാർത്തയിലേക്ക്. തൊഴിൽ തട്ടിപ്പിന് ഇരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി ബിനിലിൻ്റെ മരണം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നോർക്കയായിരിക്കും ഏകോപിപ്പിക്കുക. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്ന് പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജയിൻ ഇന്ന് സുഹൃത്തുക്കളെ അറിയിച്ചു. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മരിച്ചുവെന്നും ഒപ്പം പ്രവർത്തിച്ചിരുന്ന ബന്ധു ജെയിൻ കുര്യൻ പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഈ വിവരം സ്ഥിരീകരിച്ചത്. അതേസമയം കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ഇരുവർക്കും യുദ്ധമുഖത്ത് എന്ത് സംഭവിച്ചുവെന്ന് ജെയിൻ വിവരിക്കുന്ന സന്ദേശം പുറത്തുവന്നു. 5-ാം തീയതി രാത്രി ബിനിലിനെ ചിലർ കൂട്ടിക്കൊണ്ടുപോയി. 6-ാം തീയതി രാവിലെ യുദ്ധമുഖത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതിനിടെയാണ് ബിനിലിന്റെ മൃതദേഹം കണ്ടതെന്ന് ജെയിൻ. ആ സമയം ഡ്രോൺ ആക്രമണം ശക്തമായി. അതിനിടെ ബിനിലിന്റെ ശരീരം മറച്ചിട്ട് പരിശോധിച്ചു. രക്തം തളം കെട്ടി മരവിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഡ്രോണാക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്നും സന്ദേശത്തിൽ സ്ഥിരീകരിക്കുന്നു. 24 തൃശൂർ. ഇനി ഇന്നത്തെ വാർത്താപ്പകലിൽ സംഭവിച്ച വാർത്തകളിലൂടെ ഓട്ടപ്രദക്ഷിണം. വാർത്താപ്പകൽ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുപ്പിന് അനുമതി നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി ഹാരിസൺ മലയാളം ലിമിറ്റഡ്. മതിയായ നഷ്ടപരിഹാരം നൽകാതെയാണ് സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതെന്നും സ്വകാര്യ സ്ഥലം സ്ഥിരമായി ഏറ്റെടുക്കാനുള്ള നടപടി നിയമവിരുദ്ധമെന്നും അപ്പീലിൽ. ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് നീക്കി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തി കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്.
VD സതീശിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പരാമർശത്തിൽ PV അൻവറിന് വക്കീൽ നോട്ടീസ്. PV അൻവറിനെതിരെ P ശശി വക്കീൽ നോട്ടീസ് അയക്കുന്നത് 4ാം തവണ. വിവാദ പ്രസ്താവനയുമായി RSS മേധാവി. രാജ്യത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെയെന്ന് മോഹൻ ഭാഗവത്. പദവി ഒഴിയുന്നുവെന്ന അഭ്യൂഹങ്ങൾ തള്ളി മാർപ്പാപ്പ. ശസ്ത്രക്രിയാ സമയത്ത് പോലും സ്ഥാനമൊഴിയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ. നിലപാട് വ്യക്തമാക്കിയത് ആത്മകഥയായ ഹോപ്പിന്റെ 2ാം ഭാഗത്തിൽ. അജീഷ് തിരുവനന്തപുരത്ത് ഒരു വാർത്ത അറിയിക്കുന്നു. ചിറയൻകീഴ് അഴൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ തെറിച്ചു വീണ് അപകടമുണ്ടായി. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്നാണ് യാത്രക്കാരൻ തെറിച്ചു വീണത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തമിഴ്നാട് പുതുക്കോട്ടെ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ഖാദറാണ് അപകടത്തിൽപ്പെട്ടത്.